ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയേകാം. ഇത്ര നല്ല ദൈവത്തോട് ഒരുമിച്ച് പാടുക. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയേകാം. ഇത്ര നല്ല ദൈവത്തോട് സന്തോഷത്തോടെ, ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയേകാം. നിന്റെ മുമ്പിൽ കാഴ്ചയേകിടാം. നിന്റെ മുൻപിൽ കാഴ്ചയേകാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചിലപ്പോഴും നിങ്ങൾ പറയവേ, കർത്താവേ അക്കിടി പറ്റിപ്പോയല്ലോ, ആ സ്ഥലം ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് പറയും. ചിലപ്പോൾ പറയാം, കർത്താവ് ആ ഒരു ബന്ധം ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് പറയും. അക്കിടി പറ്റിപ്പോയത്. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി, അല്ലെങ്കിൽ മക്കളെ കെട്ടിച്ചിട്ട് അപ്പനും അമ്മയും കൂടെ പറയും, ഒരു അബദ്ധം പറ്റിയല്ലേ നമ്മുടെ ജീവിതത്തിൽ, ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കണേ, അബദ്ധം പറ്റിയല്ലേ. നമ്മളിപ്പോൾ ആ ബിസിനസ് തുടങ്ങേണ്ടിയില്ലായിരുന്നു, നമ്മളിപ്പോൾ ആ കല്യാണം നടത്തേണ്ടിയില്ലായിരുന്നു, നമ്മളിപ്പോൾ ആ യൂണിവേഴ്സിറ്റി പോകേണ്ടിയില്ലായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരും നടന്നു പോയ കാര്യങ്ങൾക്ക് പരാജയം വരുമ്പോൾ സങ്കടപ്പെടുകയില്ലേ. മൈൻഡ് ഇറ്റ്. ഇത് നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ യു വിൽ ഹാവ് പ്രൊട്ടക്ഷൻ. കൈയിടിച്ച് കർത്താനുസൃതി എത്ര നല്ല ദൈവത്തോട്, ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയേകാം. നിന്റെ മുമ്പിൽ കാഴ്ചയേകിടാം. നിന്റെ മുൻപിൽ കാഴ്ചയേകാം. ഇവിടെ നമ്മൾ ജെറമിയ വായിച്ചില്ലേ, ജെറമിയ 32:44 എന്താ വായിച്ചത്? ഇവർ പ്രമാണം ചെയ്ത കൂട്ടത്തിൽ ഒരു സ്ഥലം വായിച്ചായിരുന്നു. എന്താണത്? നെഗേബ് അല്ലേ. നെഗേബിൽ നിങ്ങൾ നെഗേബിൻ്റെ പട്ടണത്തിൻ്റെ ചുറ്റുമുള്ള പാടങ്ങൾ നിങ്ങൾ പ്രമാണം ചെയ്ത് മേടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വായിച്ചില്ലേ നിങ്ങൾ? അവിടെ വായിച്ചതോ അല്ലേ? അത് വായിച്ചോളൂ, ഒന്നുകൂടി വായിച്ച്. ജെറമിയ 32:44. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. ബെഞ്ചമിൻ ദേശത്തും ജെറുസലേമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യൂദയായിലും മലമ്പ്രദേശത്തും താഴ്വരയിലും നെഗേബിലുമുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ വിലയ്ക്ക് വാങ്ങി ആധാരമെഴുതി മുദ്രവെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിക്കും. അവിടെ ഉടമ്പടി പ്രകാരം ഇവർ അവസാനം മേടിച്ച സ്ഥലം ഏതാണ്? നെഗേബാണ് അല്ലേ. നെഗേബ് പട്ടണമല്ല, പട്ടണത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ നെഗേബിലെ സ്ഥലത്തിൻ്റെ ചതി എന്താണെന്നറിയാമോ? നെഗേബിലെ സ്ഥലം ഉടമ്പടി പ്രകാരം വിലക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. പക്ഷേ നെഗേബിലെ സ്ഥലത്തിൻ്റെ കുഴപ്പമുണ്ട്. എന്താണ്? പാടശേഖരമാണ് പ്രമാണമൊക്കെ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. ആധാരം എഴുതി വാങ്ങിച്ചിരിക്കുന്നത് പട്ടണത്തിന് ചുറ്റുമുള്ള പാടശേഖരമാണ്. ഈ പാടശേഖരത്തിൻ്റെ കുഴപ്പം എന്താണെന്നറിയാമോ? അതായത് ഇവിടെ മഴ പെയ്യത്തില്ല, ചതിക്കപ്പെട്ടാണ് ഈ സംഭവം. പാടമാണ് വാങ്ങിച്ചിരിക്കുന്നത്, ഇവിടെ ആണ്ടിൽ ഒരു മാസമേ മഴ പെയ്യത്തുള്ളൂ. ചില സമയത്ത് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും വരുമാനം ഇല്ലാത്ത പദ്ധതികളെ ചെന്ന് ചാടും. കഴിഞ്ഞ ദിവസം എന്നോടൊരു സുഹൃത്ത് വിളിച്ചു, അച്ഛാ ഞാൻ ഒരു അരിമില്ല് എടുക്കാൻ പോണ്, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറയണം. ഞാൻ പറഞ്ഞു എനിക്ക് 7 ദിവസം വേണമെന്ന് പറഞ്ഞു. കാര്യം അതിന് 1.5 രൂപ വേണം, 1.25 കോടി രൂപ വേണം. ഞാനൊരു അരിമില്ല് എടുക്കാൻ പോണ്, എനിക്ക് അച്ഛൻ പ്രാർത്ഥിച്ച് പറയാം. ഞാൻ 7 ദിവസം എടുക്കുന്നു. എന്താ കാര്യം? അതുപോലെ കുർബാനൊക്കെ വെക്കണ്ടേ പല കാര്യങ്ങൾക്ക്. എടുത്തു പിടിച്ചൊന്നും പറഞ്ഞ് എടുക്കാൻ പറ്റും. ജീവിതം കൊണ്ട് നമ്മളെ വെച്ച് കൊടുത്തിട്ട് പിന്നെ തലവരാൻ പറ്റുക. ഈ നെഗേബിൽ എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു വരുമാനമില്ലാത്ത പദ്ധതി പോയി ചാടിയെന്ന് വിചാരിച്ചോ, വരുമാനമില്ലാത്ത അത്, പക്ഷേ അത് ഉടമ്പടി പ്രകാരം നീ ഉടമ്പടി എടുത്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെന്ന് വീണമെന്ന് വിചാരിച്ചോ. അല്ലാതെ തന്നെ വീണാപ്പോലും നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എന്താ കാര്യം അറിയാമോ? ഇതെല്ലാം വാഗ്ദാനത്തിൻ്റെ പാക്കേജിലുള്ളതാണ്. വാഗ്ദാനത്തിൻ്റെ പാക്കേജിലുള്ളതാണ്. ഉടമ്പടി വർക്കൗട്ട് ചെയ്യണം എങ്ങനെയാണ്? ബൈബിൾ നിൽക്കണം എങ്ങനെയാണ്? ബൈബിൾ നിൽക്കുന്നത് എന്താണ്? വാഗ്ദാനങ്ങളിലാണ്. ദൈവം ഏകപക്ഷീയമായി നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളിലാണ് ഉടമ്പടി നിൽക്കുന്നത്. ബൈബിൾ വളർന്നു വരണതും എല്ലാം അങ്ങനെയാണ്.
ഏകപക്ഷീയമായ ദൈവം നൽകിയിട്ട് അതിന് നിബന്ധനകൾ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിന് നൽകിയതിന് മാത്രമേ ദൈവം നിബന്ധന വെക്കാതുള്ളൂ. ബാക്കി എല്ലാ ഉടമ്പടിക്കും നിബന്ധന ഉണ്ട്. നോഹിനോടാണ് ആദ്യം ഉടമ്പടി ചെയ്തത്, അതിന് നിബന്ധന ഉണ്ട്. എന്താ നിബന്ധന? നീ ആദ്യം പെട്ടകം പണിയാൻ പറഞ്ഞു, അതാണ് നിബന്ധന. അതിൻ്റെ പെട്ടകം പണിതിട്ട് ഈ 2 ജോഡികളെല്ലാം എടുത്ത് അകത്ത് വെച്ച് സൂക്ഷിക്കാൻ, പ്രളയം വരാൻ പോകണമെന്ന് പറഞ്ഞ്. പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം ഉടമ്പടി ചെയ്തപ്പോൾ വാഗ്ദാനം 2 കൊടുത്തു, ഇനി സന്താന പുഷ്ടിയുള്ളവരെ പെരുകാൻ പറഞ്ഞു. അത് ദൈവത്തിൻ്റെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ സന്താന പുഷ്ടിയുള്ളവരെ പെരുകുക എന്നുള്ളതാണ്. നിബന്ധന എന്ന് പറയുന്നത് പെട്ടകം പണിയുക എന്നുള്ളതാണ്. ആ പെട്ടകം പണിത് എൻ്റെ ഭാഗമായിട്ടും ഉടമ്പടി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് മഴവില്ല് കാണിക്കുന്നത്. മഴവില്ല് കാണിച്ചിട്ട് ഉടമ്പടി അടയാളമായിട്ട് സ്ഥാപിക്കും. അവിടെ തൊട്ട് തുടങ്ങാനാണ് ഉടമ്പടി മുഴുവനും. അത് യേശുക്രിസ്തുവിന് നൽകുന്നതിന് മാത്രമേ നമ്മുടെ കയ്യിൽ നിബന്ധന ഒന്നും ചോദിക്കാതെ ഉള്ളൂ. കാര്യം നമുക്ക് കൊടുക്കാൻ നമ്മുടെ ഇല്ല. കർത്താവിന് കൊടുക്കാൻ വേണ്ടി, കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കാനാണ്? ഒന്നും കൊടുക്കാനില്ല. ആർക്ക് കൊടുത്ത് മുതലാക്കാൻ പറ്റും, ആർക്ക് കൊടുത്ത് റെമിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ കാര്യത്തിൽ മാത്രമേ നിബന്ധന ഇല്ലാതുള്ളൂ. ബാക്കിയെല്ലാം നിബന്ധന ഉണ്ട്. ഈ നിബന്ധന പ്രകാരം തന്നെയാണ് ഇപ്പം നെഗേബിലെ പാടശേഖരങ്ങളെ വാങ്ങിച്ചിരിക്കുന്നത് അയാൾ. അത് പക്ഷേ എന്താ പ്രശ്നം? ഇവിടെ 1 മാസമേ മഴ പെയ്യത്തുള്ളൂ. പക്ഷെ മഴ പെയ്തില്ലെങ്കിലും ദൈവം ഇവിടെ വെള്ളം കൊണ്ടുവരും. അതാണ് പ്രശ്നം. ഇവിടുത്തെ നീർച്ചാലുകൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഭാരതപ്പുഴ പോലെയാണ്. ഭാരതപ്പുഴ സമാധാനമുണ്ട്, മാർച്ചിൽ മാസത്തെ വെള്ളം പറ്റത്തുള്ളൂ. എന്നാലും ഇത്തിരി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. നെഗേബിലെ നീർച്ചാലുകൾക്ക് വെള്ളം ഒഴുകത്തേയില്ല. കാര്യം അവിടെ മഴയില്ലാത്തതുകൊണ്ടാണ്. ഇതെവിടെയാണ് സ്ഥലമെന്നറിയാമല്ലേ? ഇതെന്ന് പറയുന്നത് ജോർദാൻ്റെ അരികെ കിടക്കുന്ന സ്ഥലമാണ്. ഇസ്രയേലിൻ്റെ വടക്ക് തെക്ക് വശത്താണ് സ്ഥലം കിടക്കുന്നത്. ഞാനവിടെ ആ സ്ഥലത്ത് കൂടി വണ്ടി ഇവിടെ പോയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കറിയാം അതിങ്ങനെ നിന്ന് കത്തുന്ന സ്ഥലങ്ങളാണ്. അതായത് നമ്മൾക്കിങ്ങനെ ആ വെള്ളമില്ല, വെള്ളം ഇങ്ങനെ വെട്ടിത്തിളങ്ങാൻ പറ്റിയിരിക്കും. ഭയങ്കര ചൂടായ കാരണമേ നമ്മളിങ്ങനെ ഈ മരീചിക എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഓളം വെട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ വണ്ടി ഓടിച്ച് അവിടെ ചെല്ലുമ്പോഴുണ്ട്, അവിടെ നിന്ന് പിന്നെയും മരീചിക ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത്രയും ഒരു ചുട്ടുപൊള്ളിയ സ്ഥലമാണ്. പക്ഷേ ഇവിടെ കൃഷിയുണ്ട്. ഇത് എവിടുന്നാണ് വരുന്നത്? അവിടെ മഴ പെയ്ച്ചിട്ടല്ല കൃഷി കിട്ടണത്. ഇത് ദൈവം വടക്ക് മഴ പെയ്യിക്കും. ഇസ്രയേലിൻ്റെ വടക്ക് വശത്ത്, അതായത് നോർത്തിൽ മഴ പെയ്യിക്കും. നോർത്തിൽ മഴ പെയ്യിക്കുമ്പോൾ അവിടുന്ന് ഈ വെള്ളം ഇവിടുന്ന് പതുക്കെ ഒഴുകി ഭൂമി ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ്. വടക്കുന്ന് തെക്കോട്ട് ചെരിഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് അവിടെ മഴ പെയ്യും. വടക്ക് മഴയാണ് പെയ്യുക. മഴ ഭൂമി വലിച്ചെടുത്തിട്ട് പതുക്കെ ചെറിയ നീർച്ചാലിലൂടെ ഇങ്ങോട്ട് കൊടുക്കും. അതുകൊണ്ട് ചില മഴ പെയ്തില്ലെങ്കിലും ഇവിടെ കൃഷിക്ക് വെള്ളം കിട്ടും. പക്ഷേ വെള്ളം കിട്ടണമെന്ന് തന്നെയല്ല, അവിടെ കൃഷിയൊക്കെ ചെയ്യണത് ഇപ്പോഴും അങ്ങനെ തന്നെ. ബാർലിയാണ് പ്രധാനപ്പെട്ട കൃഷി. അത് കൊണ്ടുപോയി ഈ ചുട്ടുപൊള്ളണ മഴയത്ത് വിണ്ട് കീറിയ അത് ഉഴുതുമറിക്കാതെ വിണ്ട് കീറിയ കട്ടയുടെ ഉള്ളിലേക്ക് ബാർലിയുടെ കുരുക്കളിട്ടേക്കും. എന്നിട്ട് കർഷകൻ വീട്ടിൽ പോവും. എന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് വടക്ക് മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഒഴുകി ഇതിലൂടെ വരും. അതുകൊണ്ടാണ് സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത്, നെഗേബിലെ നീർച്ചാലുകളെപ്പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. ബൈബിളിലെ ഓരോ വാക്കും അതിൻ്റെ സിസ്റ്റം ലേബലിൽ പഠിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ പരിപാലനയുടെ ഓരോ പരിച്ഛേദങ്ങളാണ് ഇതിനകത്തുള്ളതെല്ലാം. എന്ന് വെച്ചാൽ നിൻ്റെ സ്ഥലത്ത് വരുമാനം ഇല്ലെങ്കിലും, നിൻ്റെ കമ്പനിയിൽ നീ ചെയ്യണ കാര്യങ്ങൾ ആർക്കും വേണ്ട, അതിന് ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും, അതിന് മാർക്കറ്റ് ഇല്ലെങ്കിലും നിന്നെ അത് റൺ ചെയ്യിക്കാൻ വേണ്ടി കർത്താവ് വേറെ സംവിധാനം രേഖപ്പെടുത്തും. ഇതെല്ലാം ഉടമ്പടിയുടെ ഭാഗമാണ്. അല്ല നീ ഇതുമല്ല, ഇത് പോയല്ലോ, ഇതിങ്ങനെ ഇനി ഇവിടെ ഒന്നും വിൽക്കാൻ പറ്റത്തില്ലല്ലോ, ഇതൊന്നും ഈ കട ഇവിടുത്തെ ഇത്തരം കട ഇവിടെയൊക്കെ മുഴുവൻ വന്നല്ലോ, ഇനി നമുക്ക് കച്ചവടം കിട്ടത്തില്ലല്ലോ, ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് മോങ്ങിയിരിക്കരുത്. നീ അതിൻ്റെ അകത്ത് കയറിയിരുന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്താ കാര്യം? കാറ്റില്ലെങ്കിലും മഴയില്ലെങ്കിലും, മഴ അവിടെ പെയ്തില്ലെങ്കിലും, എവിടെയെങ്കിലും പെയ്താലും ശരി, നിന്നെ നിലനിർത്താൻ നിൻ്റെ ദൈവത്തിന് കഴിയും. അത് വാഗ്ദാനമാണ്, ഉടമ്പടിയുടെ ഭാഗമാണ്. കൈ അടിച്ച് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ വരണ്ട നിലങ്ങളെയെല്ലാം വാഗ്ദാനമായി കാറ്റയച്ച് പുഷ്ടിപ്പെടുത്തണമേ. ജീവജലത്തിൻ്റെ അരുവിയായ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായ എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ്റെ അരുവിയായ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ്റെ അരുവിയായ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ.
അതല്ല പ്രശ്നം. പലരുടെയും വിഷയം എന്താണ്? പലരും ഐഡിയയും ഇല്ല. അതിനെക്കുറിച്ചായി സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ എങ്ങനെ ജീവിക്കും, എന്താണ് എൻ്റെ കരിയർ, എന്താണ് ഞാൻ പഠിക്കേണ്ടത്, എങ്ങനെയാണ് എൻ്റെ മുന്നോട്ടുള്ള പോക്ക്, എന്താണ് ഒരു വരുമാനത്തിന് മാർഗം, ഒരു ഐഡിയയും ഇല്ല. ഈ ഐഡിയ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങളത്, എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്, നിങ്ങൾ വിഷയം സീരിയസ് ആയിട്ട്, ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടാണ്. നിങ്ങളൊരു പ്രാർത്ഥന പോലെ ഇതൊരു പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ആ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഞാൻ 33 പ്രാവശ്യം ചൊല്ലി. ആര് പറഞ്ഞു ചെല്ലാൻ? 33 പ്രാവശ്യം ചൊല്ലി മാതാവിന് ബോധം കെടുത്താൽ ഞാൻ പറഞ്ഞാൽ ഇവിടെ നിങ്ങളോട്, നിങ്ങൾ വേറെ ഒരു എന്ത് കിട്ടിയാലും പ്രാർത്ഥിക്കുക, കുത്തിയിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അതല്ല സംഭവം. ഉടമ്പടി ചെയ്യണ പ്രാർത്ഥനയാണ്. മര്യാദക്ക് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ചെയ്യാൻ നോക്കണം. ഇത് 20% ഇതിനകത്ത് പ്രാർത്ഥനയേ ഉള്ളൂ. പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഉണ്ട്, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഉടമ്പടി പ്രാർത്ഥനയാണ്. ബാക്കി 80% ചെയ്യണതാണ്. നിങ്ങൾ ചെയ്ത് നോക്ക്. കഴിഞ്ഞ ദിവസം ജോൺസൺ പറഞ്ഞ ഒരു ചേട്ടൻ സാക്ഷ്യം പറഞ്ഞില്ലേ, അയാളെന്താ പ്രശ്നം? കൊറോണ വന്ന് അയാളുടെ ബിസിനസ് എല്ലാം തകർന്നു. നല്ലവണ്ണം റെസ്റ്റോറൻറ്റ് നടത്തിയിരുന്ന ആളാണ്. കൊറോണ വന്നതോടുകൂടി റെസ്റ്റോറൻറ്റുകാരാണല്ലോ ഏറ്റവും കൂടി പണി മേടിച്ചിരിക്കണത്. ഹൗസ് ബോട്ടും എല്ലാവരും പണി മേടിച്ച്, എല്ലാവരും തുല്യ ദുഃഖിതരാണ് എല്ലാവരും. പക്ഷേ ചില ആൾക്കാർക്ക് ഇനിയും പൊങ്ങി വരാൻ. ഞാൻ മുമ്പൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് മാവേലിക്കൽ അത്യാവശ്യം ഒരു കാര്യം പോകേണ്ടതുണ്ട്. പോരുമ്പോൾ ഒരു ചായ കടിക്കാൻ നോക്കിയിട്ട് മാന്യമായൊരു കൊട്ടൽ കാണാനില്ല. എന്താ കാര്യം? തീർന്ന് ഇതൊക്കെ ഇടക്ക് പൂട്ടിപ്പോയി. പണ്ടൊക്കെ കൊല്ലത്ത് ചെല്ലുമ്പോഴൊക്കെ എന്തുമാത്രം ഹോട്ടൽ വഴിനീളെ മുട്ടിന് വഴിനീളെ ഹോട്ടലുണ്ടാകുന്ന സ്ഥലമാണ്. ആലപ്പുഴ ശരിക്കും ഉണ്ടാകുന്നതാണ്. ഇതൊന്നും വർക്ക് ചെയ്യണില്ല. ഇപ്പം തീർന്ന് എല്ലാവരും പൂട്ടിപ്പോയി. കൊറോണ നിസ്സാരമായിട്ടുള്ള മനുഷ്യനെ ബാധിച്ചിരിക്കണത്. അപ്പം അതുപോലെ ഈ മനുഷ്യൻ ജോൺസൺ ഇരുന്നുകൊണ്ട് പറയും, എൻ്റെ റെസ്റ്റോറൻ്റ് എല്ലാം പൂട്ടി, 4 ഉണ്ടായി, 4 പൂട്ടി. ഇനി എങ്ങനെ ജീവിക്കും? 2 കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ എങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ രാത്രി കിടന്നുറങ്ങുമ്പോൾ, ഇറങ്ങാൻ പോവുകയുണ്ട് രാത്രി 9 മണിയാകുമ്പോൾ. ഇപ്പോൾ ചെന്നൈയിലാണ്, മലയാളിയാണ്, ചെന്നൈയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതേ മൊബൈലിൽ പെട്ടെന്ന് ഒരു സാക്ഷ്യം കണ്ട്. അപ്പോൾ സാക്ഷ്യം പുള്ളി അത് വായിച്ചപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട്. എന്നാൽ പിന്നെ ആ ലിങ്കിൽ 1-2 സാക്ഷ്യം കൂടി പുള്ളി കേട്ട്, 1-2 സാക്ഷ്യം കൂടി പുള്ളി കണ്ട്. അതും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ പല സാക്ഷ്യങ്ങളെക്കാൾ വ്യത്യസ്തമാണ് ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ. ഈ മേജർ ഡ്യൂട്ടി ആയത് കാരണം പിന്നെ പേഴ്സൺ ഉണ്ടാവും, വൈസ് പേഴ്സൺ സാന്നിധ്യം ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ പാക്കേജിൻ്റെ ഭാഗമാണ്. മറ്റു പ്രാർത്ഥനകളുമായിട്ട് ഉറപ്പാണിതിന്. മറ്റു പ്രാർത്ഥനകളൊക്കെ ഉപരി സാധാരണ പ്രാർത്ഥനകളും ഉടമ്പടി ഉറപ്പാണ്. ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഉദാഹരണത്തിന് എന്താ പറയുക, ശ്രുതിക മക്കളെ 1 യോഹന്നാൻ 5 വായിച്ച്, 1 യോഹന്നാൻ 5:14 വായിച്ച്. ശ്രുതികട്ടെ ഹല്ലേലൂയ 5:14. 1 യോഹന്നാൻ 5:14 വായിച്ച്. ശ്രുതികട്ടെ ഹല്ലേലൂയ. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ, അവന്റെ ഇഷ്ടത്തിന് ഒന്ന് പറഞ്ഞ, അവന്റെ ഇഷ്ടത്തിന് 1 യോഹന്നാൻ 5:14 കേട്ടോ, ഒന്ന് വായിച്ചോളൂ. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ആ ഉറപ്പ് ഇതിന് മാത്രമേ ഉള്ളൂ. ബൈബിൾ ആകപ്പാടെ ഉറപ്പ് എഴുതിയിരിക്കുന്ന 2 വചനത്തിലേ ഉള്ളൂ. അതിലൊന്ന് ഇതാണ്, 1 യോഹന്നാൻ 5:14. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ, വായിച്ചോളൂ. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് അവനിലുള്ള നമ്മുടെ ഉറപ്പ്. അതെന്തിനെക്കുറിച്ച് പറയണതാണ്? ഉടമ്പടിയെക്കുറിച്ച് പറയണതാണ്. എന്താ കാര്യം? അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായാണ് ഉടമ്പടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട്. ഉടമ്പടിയല്ല, വേറെ ഒരു പ്രാർത്ഥനയ്ക്കും അത് ഉറപ്പില്ല. ഉടമ്പടി ഉറപ്പുള്ളതാണെന്ന് പറയണത് യോഹന്നാൻ മാത്രമാണ്. കാരണം അത് മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? ഒന്ന് പറഞ്ഞ 1 യോഹന്നാൻ 5:14 വായിച്ചേ. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി പറഞ്ഞേ, അവന്റെ ഇഷ്ടത്തിനനുസൃതമായി. ആൾക്കാർ പറഞ്ഞു കേൾപ്പിച്ച് വായിച്ചു. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അപ്പൊ അവന്റെ ഇഷ്ടത്തിനനുസൃതമായി ചോദിക്കുന്ന ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണ്? ഉടമ്പടിയാണ്. ബാക്കി ഒരു പ്രാർത്ഥന അവന്റെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോദിക്കണം. അവന്റെ ഇഷ്ടം എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യണതല്ലേ. അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാമെന്ന് പറയുന്ന മറ്റു പ്രാർത്ഥനകത്ത് പറയുന്നുണ്ടോ? ഇല്ല. അവൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തോളാം എന്ന് പറയുന്നത് ഉടമ്പടി മാത്രമാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായിട്ടാണ് നമ്മൾ അവനോട് ചോദിക്കുന്നത്. അവൻ്റെ ഇഷ്ടം എല്ലാം വരണ വാഗ്ദാനത്തിലല്ലേ? വാഗ്ദാനങ്ങളല്ലേ അവൻ്റെ ഇഷ്ടം. നമുക്ക് ഇന്ന കാര്യങ്ങൾ തരണമെന്ന് അവൻ പറയുന്നുണ്ടല്ലോ, അത് അവൻ്റെ ഇഷ്ടമല്ലേ?
എന്താണ്? നിങ്ങൾ വീട് വെക്കും. ഐസയ 65:21 നിങ്ങൾ വീട് വെക്കും, അതിൽ താമസിക്കും. നിങ്ങൾ മുന്തിരിത്തോട്ടം വെച്ച് പിടിപ്പിക്കും, അതിൻ്റെ ഫലം അനുഭവിക്കും. അതായത് തോട്ടങ്ങൾ വാങ്ങിച്ചാലും ജോലി കിട്ടിയാലും എല്ലാം ഫലം അനുഭവിക്കുന്ന എന്ത് വിഷയമാണ്, ശമ്പളം കിട്ടുന്ന എന്ത് വിഷയമായാലും അതെല്ലാം അവൻ്റെ ഇഷ്ടമാണ്. അവൻ്റെ ഇഷ്ടം വാഗ്ദാനത്തിലൂടെയാണ് വരുന്നുണ്ടെങ്കിൽ ആ വാഗ്ദാനത്തെ അടിസ്ഥാനപ്പെടുത്തിയ പ്രാർത്ഥന ഉടമ്പടിയാണെങ്കിൽ ഉടമ്പടിയാണ് അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവൻ പറഞ്ഞ പോലെ ചെയ്യണം. നമ്മൾ 2 ദിനവൃത്താന്തത്തിൽ വായിച്ച വചനമില്ലേ, 2 ദിനവൃത്താന്തം നമ്മൾ 23 വായിച്ചില്ലേ, 23:7 എന്താ കാര്യം? അതായത് കർത്താവ് പറഞ്ഞതാണ് അവൻ്റെ ഇഷ്ടമെന്ന് പറയണത്. കർത്താവ് പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കണ്ടു. അപ്പോൾ അത് കർത്താവിൻ്റെ ഇഷ്ടമല്ലേ? അപ്പം ഞാൻ രോഗികളെ നമ്മൾ പോയി കാണുന്നു, അവൻ്റെ ഇഷ്ടത്തിന് അനുസൃതമാണ്. ഈശോ പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അതായത് നമുക്ക് വസ്ത്രമില്ലാത്തവർക്ക് നമ്മൾ വസ്ത്രം കൊടുക്കണം, അത് അവൻ്റെ ഇഷ്ടമല്ലേ? കർത്താവ് പറഞ്ഞതാണ്. ലോകം മുഴുവനും പോകുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, അത് കർത്താവിൻ്റെ ഇഷ്ടമല്ലേ? അതനുസരിച്ചല്ലേ നമ്മൾ ബൈബിൾ വാങ്ങിച്ചു കൊടുക്കുന്നതും കർത്താവിൻ്റെ കൃപാസനം പത്രം കൊടുക്കുന്നതും അതുപോലെ യൂട്യൂബ് ഷെയർ ചെയ്യണതും അവൻ്റെ ഇഷ്ടമാണ്. അവൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായിട്ടാണ് നമ്മൾ ചെയ്യണ ഓരോ കാര്യങ്ങൾ. എന്തെങ്കിലും ചെയ്താലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെയ്യണ ഓരോ കാര്യങ്ങളും എന്താണ്? അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ചെയ്യുവനെന്ന് പറയണത് അവൻ്റെ ഇഷ്ടപ്രകാരമാണ്. അവൻ്റെ ഇഷ്ടപ്രകാരം പറഞ്ഞ് ചെയ്യിക്കുന്നതാണ് നമ്മളുടെ ഒരു മെറിട്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ ചെയ്യുന്ന പ്രാർത്ഥന ഉടമ്പടി. ആ ഉടമ്പടിയിലൂടെ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളായി മാറുന്നു. സാക്ഷികളാകുമ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ദൈവത്തിൻ്റെ റിലേഷൻ. സാക്ഷിയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. സാക്ഷി എന്ന് പറഞ്ഞത് ആരാണ്? ശിഷ്യൻ മൂക്കുമ്പോഴാണ് സാക്ഷികളാകണത്. അല്ല വെറുതെ ഈ കോടതി കാണുന്ന സാക്ഷികളല്ലേ. കർത്താവിൻ്റെ ശിഷ്യന്മാരും മൂക്കും. അവർ കർത്താവിൻ്റെ വചനങ്ങളെല്ലാം കേട്ട് അത് ഈശോ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു വരുമ്പോഴാണ് പിന്നീട് അവസാനമാണ് ഈശോ പറയണത്, നിങ്ങളാണല്ലോ ഇവയ്ക്ക് സാക്ഷികൾ. ആരുടെ സാക്ഷികളാണ്? കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിനും ഉയർത്തുന്നതിന് പിന്നെയും സാക്ഷികളാണ്. ആ സാക്ഷ്യത്തിലേക്ക്, ആ ദൈവിക ക്രിസ്തു രഹസ്യത്തെ കൈമാറാനുള്ള വിശ്വാസവും വിശ്വസ്തതയും കർത്താവിൻ്റെ കൂടെയുള്ള ആ നടപ്പും നിലപാടുകളും എല്ലാം കൂടി ഉണ്ടാക്കുന്ന ഒരു ബെറിത്ത് റിലേഷൻ, അതാണ് ഉടമ്പടി. അതുകൊണ്ട് തന്നെ ഇത് പക്ക ആയിട്ട് നമുക്ക് ഇതിനെ റിലേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതാണ് ഉറപ്പെന്ന് പറഞ്ഞത്. യോഹന്നാൻ എന്താ പറയണത്? അതാണ് നമ്മുടെ ഉറപ്പെന്ന്. ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടായാൽ മതി. ഉറപ്പുണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതനുസരിച്ച് തന്നെ ഉടമ്പടിയെ സമീപിക്കും. അത് ചെല്ലുന്നതിനേക്കാൾ ചെയ്ത് നിങ്ങൾ ബലം പ്രാപിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എന്നെ അങ്ങയുടെ സാക്ഷിയായി ഉയർത്തണമേ. അങ്ങയെ അറിയാത്തവരെ അറിയിക്കുവാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്നെ ഒരു ശിഷ്യയായി ഉയർത്തണമേ. എന്റെ ജീവിതത്തിനും കുടുംബത്തിനും നേഗേബിലെ നീർച്ചാലുകളെ പോലെ 126:4 പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഐശ്വര്യത്തെ പുനഃസ്ഥാപിക്കണമേ. എഴുന്നേൽക്കുക. നമ്മൾ ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേലുള്ള സമർപ്പണ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഓരോ കാര്യം കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ്
നിങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുമ്പോൾ ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നിങ്ങൾ പറയണം, കർത്താവേ ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ എന്ന് പറഞ്ഞേ. കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. വീണ്ടും പറഞ്ഞേ, കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. ഓൺലൈനിരിക്കുന്ന എല്ലാവരെയും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ അവരെല്ലാം സമർപ്പിക്കുന്ന ഈശോയെ. ഇപ്പോഴ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, ലക്ഷക്കണക്കിന് മക്കളെ, അവരുടെ കുടുംബങ്ങളെ ഉടമ്പടി ചെയ്തു പോയി കർത്താവെ, പ്രത്യേകമായ കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ, അവിടെ സങ്കടങ്ങളെയും ചൂഹങ്ങളെയും കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. കർത്താവെ ഹൃദയവേദനയുള്ളവരെ, വാൽവ് ചുരുങ്ങിപ്പോയവർ, ഹൃദയത്തിന് ഊട്ടമുള്ള കുഞ്ഞുങ്ങൾ, ഹൃദയം ചുരുങ്ങിപ്പോകുന്നവർ, വലിപ്പമില്ലാത്തവർ, എല്ലാ മക്കളെയും അങ്ങേക്ക് സൗഖ്യത്തിനായി സമർപ്പിക്കുന്നു. കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. കർത്താവ് കരളെ ചുരുക്കം പ്രാപിച്ചവര്, കർത്താവ് വിൽറൂവിന് കൂടിപ്പോയവര്, കർത്താവ് കരളിൽ ലീക്കേജ് ഉള്ളവർ, അതിറ്റിട്ട് വയറ്റിലേക്ക് വെള്ളം വീണ് വയറ് വീർത്തിട്ട് വേദനിക്കുന്ന ശ്വാസം മുട്ടുന്ന എല്ലാ രോഗികളെയും കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. കർത്താവെ കിഡ്നി വീക്കക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് കിഡ്നി ഷ്രിങ്ക് ചെയ്യുന്നവരെയും ചുരുങ്ങിപ്പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് കിഡ്നികൾ, കർത്താവ് അതിൻ്റെ പുറമേയുള്ള സ്ഥലങ്ങൾ കർത്താവ് പൊളിഞ്ഞു പോകുന്നവരെ സമർപ്പിക്കുന്ന ഈശോയെ. കിഡ്നിക്ക് സിസ്റ്റുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് കിഡ്നിയിൽ മുഴയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് കിഡ്നിയിൽ കല്ലുള്ളവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. തളരല്ലേ നെഞ്ചകം നീറിടല്ലേ. ഒരുമിച്ച് പാടുക. നിന്നെ കാണാൻ, നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ. ആരാധിച്ചിടാം കരയല്ലേ, തളരല്ലേ നെഞ്ചകം നീറിടല്ലേ. നിന്നെ കാണാൻ, നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇപ്പം ഞാൻ ജോൺസൻ്റെ കാര്യം പറഞ്ഞില്ലേ. ഇപ്പോൾ ജോൺസൺ എന്താ ചെയ്തത്? എല്ലാം മുടങ്ങിപ്പോയപ്പോൾ അദ്ദേഹം ആ സാക്ഷ്യം കേട്ടപ്പോൾ ഒരു ഉടമ്പടി ചെയ്ത്, ഓൺലൈൻ ഉടമ്പടി ചെയ്ത്, ഓൺലൈൻ ഉടമ്പടിയുടെ ഒരാഴ്ചക്കുള്ളിലാണ് അദ്ദേഹം ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ അദ്ദേഹം കാനഡയിലേക്ക് പോയത്. ഒരാഴ്ച കൊണ്ട്. അത്രയും സ്പീഡാണ് ഈ സംഭവം കാര്യം. പക്ഷേ എന്നിട്ട് പുള്ളി പറയവേ, എനിക്ക് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റും, പക്ഷേ എന്തായാലും എനിക്ക് അരമണിക്കൂറൊക്കെ ബൈബിൾ വായിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അരമണിക്കൂറൊക്കെ ഒരു ദിവസം ഉടമ്പടി, ഓൺലൈൻ ഉടമ്പടി പ്രകാരമേ എനിക്ക് അരമണിക്കൂറൊക്കെ ഒരു ദിവസം ബൈബിൾ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊക്കെ ദൈവമേ, ഇവിടെ കെട്ടുകണക്കിന് ഉടമ്പടി എടുത്ത് നടക്കുന്ന ആൾക്കാർ അരമണിക്കൂർ 5 മിനിറ്റ് പോലും വായിക്കാത്ത കക്ഷികളുണ്ട്. ബൈബിള് കണ്ടുപിടിക്കണില്ല, കൊച്ചിനെ കൊണ്ട് വായിപ്പിക്കുന്നത്, കണ്ണട എടുക്കടി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഉടായ്പം പറഞ്ഞ് കാലം കഴിക്കണം എന്തുമാത്രം ആൾക്കാരുണ്ട്. ആ മനുഷ്യൻ കാണിക്കുന്ന തീഷ്ണത, എനിക്ക് അരമണിക്കൂർ രാത്രിയാണെങ്കിലും ബൈബിൾ വായിക്കാൻ പറ്റും. അത്രയും ചെയ്യാൻ ഒത്തല്ലോ. നമ്മുടെ കയ്യിൽ നിന്നൊരു വിശ്വസ്തത വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ വയസ്സെല്ലാം കഴിഞ്ഞു പോയതാണ്, എനിക്ക് വിസ കിട്ടത്തില്ല. എൻ്റെ വൈഫിനാണെങ്കിൽ 1 വയസ്സ് കൂടിയേ ഉള്ളിനി പഠിക്കാൻ പോകാനുള്ള യോഗ്യത. എന്നിട്ടും കർത്താവ് എനിക്ക് അവിടെ ജോലി തന്നെ. കൈ അടിച്ച് കർത്താവിനെ കരയല്ലേ, കരയല്ലേ, തളരല്ലേ, നെഞ്ചകം നീറിടല്ലേ. നിന്നെ കാണാൻ, നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ. ആരാധിച്ചിടാം. പരിശുദ്ധ
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ശ്വാസകോശ രോഗികളെ കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. യാതൊരു നിബന്ധനയുമില്ലാതെയാണ്, വാങ്ങാതെയാണ്, ചോദിക്കാതെയാണ് ഈശോയെ ദൈവം നമുക്ക് തന്നത്. ദാറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ ഗുഡ് ന്യൂസ്. ഞാനത് വായിച്ചപ്പോൾ കരഞ്ഞുപോയി. വെളുപ്പിനിരുന്നാണ് ഈശോ ഈ സന്ദേശം എല്ലാം പറയണത്. ഒരു നിബന്ധനയില്ലാതെ ലോകത്തിന് കിട്ടിയ ഒരേ ഒരാൾ ഞാൻ മാത്രമാണെന്ന്. ബാക്കി എല്ലാ ഉടമ്പടിക്കും നിബന്ധന ഉണ്ടെന്ന് പറഞ്ഞ് ഒരു നിബന്ധനയും മേടിക്കാതെയാണ് കർത്താവ് തന്നെങ്കിൽ, കർത്താവ് സൗജന്യ ദാനമായിട്ടാണ് നമുക്ക് ഏറ്റു തന്നെങ്കിൽ, എൻ്റെ ദൈവവേദനെ നിന്നെ കർത്താവ് തൻ്റെ ജീവനോളം വരെ കാണുന്നുണ്ടെങ്കിൽ നീ തകരാനും തളരാനും ആഗ്രഹിക്കാത്ത ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. കൈയടിച്ച് കർത്താവിനെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, എല്ലാ ശ്വാസകോശ രോഗികളെയും ഓ ഈശോയെ ദിവ്യകാരുണ്യമേ, ആത്മാവിന്റെ ശരീരത്തിന് വൈദ്യനും വൈദ്യവുമായ ദൈവമേ, അങ്ങയുടെ തിരുമുറുമാർന്ന വലത് കരത്താൽ എല്ലാ ഉദര രോഗികളെയും സ്പർശിക്കണമേ. കുടൽ രോഗികളെ, അൾസർ രോഗികളെ, ആർഎസ്എസ് രോഗികളെ, ഫിസ്റ്റുല രോഗികളെ, ശ്വാസകോശ രോഗികളെ, രോഗികളെ, പാൻക്രിയാസ് രോഗികളെ, യേശുവിന്റെ നാമത്തില് മാരക രോഗികളെ, ദുരവേദികളെ യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. എൻ്റെ പ്രിയമക്കളെ, കണ്ണ് കാഴ്ചക്കുറവാണെന്ന് പറഞ്ഞ് ഇന്ന് കുറച്ച് ചെറുപ്പക്കാർ ഇവിടെ വരുന്നുണ്ട്. ഈ ആഴ്ചയിൽ വന്നാൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടത്, എന്തുകൊണ്ട് ചെറുപ്പക്കാർക്ക് ഇങ്ങനെ കണ്ണിന് കാഴ്ചക്കുറവാണെന്ന് അറിയത്തില്ല. പണ്ട് മുതിർന്നവരങ്ങനെ വന്നുകൊണ്ടിരുന്നത്. എനിവേ, നിങ്ങളുടെ കണ്ണുകൾ കാഴ്ചക്കുറവുള്ളവർ മാത്രം കണ്ണിൽ കൈതൊട്ട് പ്രാർത്ഥിക്കണം. അത് കർത്താവിൻ്റെ തിരുമുറുമാർന്ന് വലതുകരമാണെന്ന് ഓർത്തിട്ട് കർത്താവിൻ്റെ ഒരു എക്സ്റ്റൻഷനെ പോലെയാണ് നീക്കേണ്ടത്. വിശ്വാസത്തിലെ നിൻ്റെ കൈകളെ കർത്താവിൻ്റെ കൈകളെ മാറുന്നു. നിൻ്റെ ഉദരത്തിലാണ് ഈ ദിവസങ്ങളിൽ കുറേ അധികം രോഗികൾ വന്നത്, ചെറുപ്പക്കാരികൾ വന്നു. അതെനിക്ക് ഭയങ്കര വിഷമം തോന്നി. അവർക്ക് നടുവെല്ലിൻ്റെ ഡിസ്ക് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നു. ചുമ്മാ എഴുന്നേറ്റപ്പോൾ ഇന്നലെ എന്നെ ഒരു മൊബൈൽ കാണിച്ചു. ചുമ്മാ ഒന്ന് എഴുന്നേറ്റപ്പോൾ ഇടറിപ്പോയതാണ്. പിന്നെ വീൽ ചെയറിൽ നിന്ന് 3 കൊല്ലമായിട്ട് പൊങ്ങിയിട്ടില്ല. അത്രയും വിഷമമായപ്പോഴും എടുക്കുന്ന അനുഭവം. അവരെയൊക്കെ നിങ്ങൾ ഓർക്കണം. ഇപ്പോൾ പ്രാർത്ഥനയിൽ അവിടുന്ന് പ്രാർത്ഥിച്ച് പോയിരിക്കുക. ഇവിടുന്ന് പ്രാർത്ഥിച്ച് പോയ എല്ലാവരും, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നവരും, ഇപ്പോൾ പ്രാർത്ഥനയിൽ ഓൺലൈനിൽ ഉള്ളവരും, അവരെല്ലാം ഓർക്കുക. കർത്താവേ, എല്ലാ നടുവേദനക്കാരെയും ഡിസ്ക് തെന്നിപ്പോയവരെയും കർത്താവേ, കശേരികള് സ്ഥാനം തെറ്റിപ്പോയവരെയും കർത്താവേ, മുട്ടിന്റെ കപ്പിള് ഉരഞ്ഞു പോയവരെയും അസ്ഥി ഉരഞ്ഞു പോയവരെയും നടക്കാൻ പറ്റാത്തവരെയും ശരീരത്തിൽ നീതി കിട്ടുന്നവരെയും യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ ഈ നിമിഷം ഉടമ്പടി മാതാവേ മധ്യസ്ഥം വഹിക്കുന്ന ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്വരത്തിൽ പാടുക. നിന്നെ കാണാൻ, നിന്നെ കേൾക്കാൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, വിസർപ്പ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. വിസർപ്പ രോഗികളെന്നറിയാവോ? അതായത് കുഞ്ഞുങ്ങൾ തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ ഈ രോഗം വരുന്നുണ്ട്. വിസർപ്പ രോഗം എന്ന് പറഞ്ഞാൽ സോറിയാസിസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതുകിനൊക്കെ ഇങ്ങനെ ശരീരത്തിൽ ബ്രസ്റ്റിലും വയറിലും ഒക്കെ ഇങ്ങനെ ചുവന്ന് തുടുത്ത്
അരിപ്പ പോലെയൊക്കെ ഇരിക്കും, എപ്പോഴും മാന്തി മാന്തി കാലിൻ്റെ കളറൊക്കെ മാറിയിരിക്കും. ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, ഇതുപോലെ സോറിയാസ് കയറി വ്രണമായി പോയി. ആ വ്രണമായി പോയ മോള്, അവൾക്ക് 10-20 വയസ്സുണ്ടെന്ന് തോന്നുന്നത്. ആ മകളെ കണ്ടപ്പോഴേ അവൾക്ക് ഒരു 20 വയസ്സേ ഉള്ളൂ, ശരീരം മുഴുവൻ ഇങ്ങനെ വ്രണമായി ഇരിക്കുക, അനങ്ങാനും പാടില്ല, മരിക്കാൻ പേടിയായതുകൊണ്ട് ജീവിച്ചിരിക്കണ പോലെ അഴുത്തിരിക്കുകയാണ് ശരീരം. അപ്പോഴെൻ്റെ മനസ്സിൽ ഈശോ പറഞ്ഞു അവളെ തൊടാൻ പറഞ്ഞ്. ഞാൻ ഉടനെ അവളെ തൊട്ട് ആ വ്രണത്തെ 2 കൈ കൊണ്ടും കയറി പിടിച്ചിട്ട് ഞാൻ ഇത്ര പറഞ്ഞു, ഒരു ഒറ്റ വിശ്വാസപ്രമാണം ചൊല്ലി പറഞ്ഞു, മോളെ സാക്ഷ്യം പറഞ്ഞോളാൻ പറഞ്ഞു. അതിപ്പോൾ ഇന്നലെ വന്ന് സാക്ഷ്യം പറഞ്ഞു. ആ ഒറ്റ ദിവസം കൊണ്ട് ആ ശരീരത്തിൻ്റെ വ്രണം മൊത്തം കരിഞ്ഞു പോയി. ശ്രദ്ധിക്കുക, നിങ്ങൾ കൈയടിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഞാനത് കാല വെച്ച് പ്രാർത്ഥിച്ചു വന്നോളൂ അല്ല പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ പ്രശ്നം ക്രിസ്തുവാണ്. ക്രിസ്തു ഇവിടെ ജീവിച്ചിരിക്കുന്നു. നിൻ്റെ എന്ത് വേദനയും നിൻ്റെ എന്ത് രോഗവും നമ്മുടെ ഭാരങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. നമ്മുടെ മുറിവുകൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. സത്തുക്കൾ ഉഴുതത് അവൻ്റെ മുതുകിലാണ്, അവൻ്റെ മുറിവിലാണ് നമ്മുടെ സൗഖ്യം. യേശു ക്രിസ്തുവേ നീ ജയിക്കട്ടെ. ശ്രുതിക്കട്ടെ യേശുനാമത്തിലെ രോഗങ്ങള്, യേശുനാമത്തിലെ വേദികള്, യേശുനാമത്തിലെ ആരും പോകട്ടെ. എപ്പോഴും പറയാറുണ്ട്, ഈശോ ഈ ആൾക്കാരെ, ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാപിതാക്കൾ വരുമ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്താ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിൽ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അവർ സുഖപ്പെടണം. കാര്യം പേടിയെന്ന് വെച്ചാൽ ഈ മാതാപിതാക്കന്മാരെ ഉള്ളിടത്തോളം കാലമല്ലേ ആ കുഞ്ഞിനെ ആരെങ്കിലും ഉള്ളൂ, അത് കഴിഞ്ഞാൽ ആര് നോക്കാനാണ്? അതാണ് എൻ്റെ പേടി. ഞാൻ എൻ്റെ ഇടവകയിൽ നിന്ന് വരുമ്പോൾ അപ്പുറത്തെ ഇടവകയിൽ ഞാൻ ഇരിക്കരുന്ന്, അപ്പുറത്തെ വലിയ കലവൂര്. ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫറായി പോരുമ്പോൾ ഒരു ടീച്ചറായിരുന്ന അമ്മച്ചി കരഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത്, ഇനി എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആരോട് പറയും? അവരടുത്താണ് താമസിക്കുന്നത്, അവർക്ക് ഇങ്ങോട്ടൊന്ന് വന്ന് പറഞ്ഞാൽ മതി. പണ്ട് പള്ളി ഇവിടെ വരുമ്പോൾ പറയാറുണ്ട്. അതല്ല പ്രശ്നം, അവരുടെ മകൻ ഒരു 10-40 വയസ്സുള്ള മകനാണ്. ആ മകന് ഓട്ടിസവും എപ്പിലെപ്സിയും എല്ലാം കൊണ്ടൊരു രോഗമാണ്. അപ്പോൾ ആ മകനെ ഇവരെയാണ് പിടിച്ചുകൊണ്ട് ബാത്റൂമിൽ കൊണ്ടുപോകുന്നത്, 40 വയസ്സുകാരനാണ് ഇപ്പോഴും. എന്നോട് ചോദിക്കണത് എന്താ വെച്ചാൽ, അത് എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ മകനെ എന്ത് ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ് അതിനൊരു മാർഗം കണ്ടിട്ടുണ്ട് അമ്മച്ചെന്ന് പറഞ്ഞു. കാര്യം എനിക്ക് പറയാമല്ലോ, ഞാനാണല്ലോ പറയേണ്ടത്. എന്താ കാര്യം? കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ആളല്ലേ, അപ്പം ഞാനല്ലേ അതിന് മറുപടി, ജനങ്ങളുടെ വേദനകൾക്കെല്ലാം മറുപടി പറയേണ്ടത് ഒരു ബാധ്യത എനിക്കുണ്ട്. ആ അഭിഷേകം അതിനുവേണ്ടിയാണ് ഈ പട്ടം ഏറ്റിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് അതിനൊരു മറുപടി കണ്ടിട്ടുണ്ട് അമ്മച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ നീ മറുപടി കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരിക്കണം. എന്താ കാര്യം? നിൻ്റെ നാമത്തിലല്ലേ പറയണത്. അപ്പോൾ കൊറോണ വന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കത്ത് വന്നു, ഒരു ഫോൺ വന്നു, അവൻ മരിച്ചു പോയെന്ന്. ഞാൻ പറഞ്ഞു, കർത്താവേ നന്ദി. എന്താ കാര്യം എന്നറിയാമോ? നന്ദിയേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ആ ടീച്ചർ മരിച്ചാൽ അവനെ നോക്കാൻ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ഒരു തീരുമാനമെടുത്തു. പക്ഷേ അത് ഓർക്കുമ്പോൾ കർത്താവേ അങ്ങനെ ഒരു അന്തിമ തീരുമാനമേ ഉള്ള ഈശോയെ. അപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായി, ഇത് ആഴ്ച 2 സാക്ഷ്യമുണ്ടായി. എപ്പിലെപ്സിയും ഓട്ടിസവും ഒരുമിച്ചുള്ള കുട്ടി. അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് പോയി. പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ പതുക്കെ അവൻ്റെ ലക്ഷണം മാറി. അച്ഛനെ കണ്ടില്ല അവർ, പക്ഷെ അവിടെ കുഞ്ഞിൻ്റെ ലക്ഷണം മാറി. അവൻ സംസാരിക്കത്തില്ലായിരുന്നു, അവൻ സംസാരിക്കാൻ തുടങ്ങി. അവൻ സ്വന്തം കാര്യമൊന്നും ചെയ്യത്തില്ലായിരുന്നു, അവനെല്ലാം സ്വന്തം കാര്യം പതുക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഉടമ്പടി തന്നെ ആ എപ്പിലെപ്സിനെ എടുത്തു മാറ്റി, ആ ഓട്ടിസത്തെ ഹൈപ്പർ ആക്ടിവിറ്റിയെ എടുത്തു മാറ്റി. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഇതാണ്, ഉടമ്പടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രസൻസാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഫസ്റ്റ് ദൈവത്തിൻ്റെ പ്രസൻസാണ്. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയണത്. അത് നിൻ്റെ ഭാരങ്ങൾ വെറുതെ ചുമ്മാ കാണാൻ പറയണതല്ല,
നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കാനാണ് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ കർത്താവേ എൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കണം ദൈവമേ. എൻ്റെ കുടുംബത്തിലുള്ള നാനാജാതി രോഗങ്ങള്, നാനാജാതി തകർച്ചകള്, മക്കളില്ലാത്ത അവസ്ഥകള്, ഉള്ള മക്കൾക്ക് തെറ്റായ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന തിന്മയുടെ ബന്ധങ്ങള്, എല്ലാം മ്ലേച്ഛതകള് യേശുവിന്റെ രക്തത്താൽ ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥത്തിലെ കഴുകട്ടെ, കഴുകപ്പെടട്ടെ. തളരല്ലേ, നെഞ്ചോടു നീരിടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ, ആരാധിച്ചിടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരെ, അങ്ങോട്ട് പോകാൻ പോകുന്നവർ, അതിൻ്റെ കുരുക്കുകളിൽ പെട്ടിരിക്കുന്നവർ, അതിൻ്റെ രേഖകൾ ലഭ്യമല്ലാത്തവർ. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് അവരുടെ രേഖകൾ വിത്തുകളുടെ പോയല്ല. അപ്പോൾ കോവിഡ് കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന സമയമാണ്. അതായത് 1.5 കൊല്ലം കിട്ടേണ്ട രേഖകൾ ഇവർ ചെല്ലാൻ വേണ്ടി ഓരോ ഓഫീസിലും അന്ന് മാത്രം പ്രസൻ്റ് ആയിട്ടുള്ള ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ, അന്ന് മാത്രം പ്രസൻ്റ് ആയിട്ടുള്ള LD ക്ലർക്കുകൾ, UD ക്ലർക്കുകൾ ഇവർക്ക് വേണ്ടി മാത്രം മാതാവ് പ്രസൻ്റായിക്കൊണ്ടിരിക്കുക. ആ ദിവസങ്ങളൊന്നും അവർ ലീവാണ്. ഇവർ ചെല്ലുമ്പോൾ അവരുണ്ട്. ദാറ്റ് മീൻസ് 1.5 കൊല്ലം കിട്ടേണ്ട കാര്യങ്ങളാണ് 1.5 ആഴ്ച കൊണ്ട് സെറ്റാക്കി അമ്മ അവരെ പാക്ക് ചെയ്യണത്. എൻ്റെ മക്കളെ, എല്ലാ കാര്യങ്ങളിലും കണ്ണിൽ എണ്ണയും ഒഴിച്ചെന്ന പോലെ ദൈവം നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. ആ നിങ്ങൾ ദൈവത്തിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ കൂടുതൽ വിശ്വസ്തയോടെ ഉടമ്പടി അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യത്തിനെ ഏറ്റുപറയാൻ എന്നെയും തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവർ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അച്ഛൻ ഇതുവരെ അനൗൺസ് ചെയ്യാത്ത രോഗങ്ങൾ, വാതരോഗങ്ങളായിക്കൊള്ളട്ടെ, മസ്തിഷ്കത്തിൻ്റെ രോഗങ്ങളായിക്കൊള്ളട്ടെ, ശരീരത്തിലുണ്ടാകുന്ന മുഴകളായിക്കൊള്ളട്ടെ, ബ്രസ്റ്റിൻ്റെ മുഴകളായിക്കൊള്ളട്ടെ, തൈറോയിഡ്, ടോൺസൈറ്റ് രോഗങ്ങൾ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഉണ്ടാകുന്ന വ്യത്യസ്തമായ രോഗങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധയുടെ മധ്യസ്ഥ സമർപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ 2 കൈയും നെഞ്ചത്ത് പിണച്ച് വെക്കണം. എന്നെ ശ്രവിക്കുന്ന ഓൺലൈനിലുള്ളവരും ഈ ധ്യാനം ഏത് കാലത്താണ് കൂടുന്നത്, അവിടെയും ഈ ധ്യാനം ആ സമയത്തും ഇത് കർത്താവ് എൻ്റെ അനുഭവം അവർക്കുണ്ടാകാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടുന്നു. അമ്മയെ പരിശുദ്ധമ്മ അനേകം മക്കൾ ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. മുടി കൊഴിയുന്ന മക്കൾ തൊട്ട് നഖം കെട്ടുപോകുന്ന മക്കൾ വരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആന്തരികമായ അവയവങ്ങൾ, ഓരോരോ അവയവങ്ങൾ രോഗം കണ്ടുപിടിക്കാത്തവർ, മരുന്ന് ഒന്നിനു വരെ ഒന്നായിട്ടൊക്കെ അഴിച്ചിട്ടും പിടിക്കാത്തവർ, അതേസമയം തന്നെ ഇപ്പോഴും ഉടമ്പടിക്ക് ആശീർവാദം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശുപത്രി ഇരിക്കുന്നവർ, ഓപ്പറേഷനിൽ വിധേയമാകാൻ പോകുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞു പോയവർ, കർത്താവ് മണിക്കൂറിൽ എണ്ണി പറഞ്ഞിരിക്കുന്നവർ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകളിലും കർത്താവെ വിഷമം അനുഭവിക്കുന്നവർ, സ്ഥലം വിറ്റുപോകാത്തവർ, കെട്ടിടം വിറ്റുപോകാത്തവർ, സ്ഥലം വാങ്ങിക്കാൻ പറ്റാത്തവർ, അതുപോലെ തന്നെ കർത്താവ് പാടശേഖരങ്ങൾ കൃഷി ഇറക്കിയിട്ട് ഫലം കിട്ടാത്തവർ, പലതരത്തിലുള്ള തർക്കങ്ങൾ, വഴക്കുകൾ, വിദ്വേഷം കൊണ്ട് സ്വന്തം സ്ഥലം കൈമോശം വന്നു പോണവർ, വഴിയില്ലാത്തവർ, കർത്താവെ എല്ലാ തരത്തിലും വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടാത്തവർ, കെടുവെള്ളം കയറി കിടക്കുന്നവർ, പ്രളയബാധിതരായിട്ടുള്ള മക്കൾ, എങ്ങനെ എന്തെല്ലാം തരത്തിൽ കർത്താവെ ഡിലാപ്പിഡേറ്റഡ് ആയിട്ടുള്ള ഭവനങ്ങളുള്ളവർ, ജീർണ ഭവനങ്ങൾ, അത് താമസിക്കാൻ പറ്റാത്തവർ, ഇടുങ്ങിയ കോലം കെട്ടിയ ഭവനങ്ങളുള്ളവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. ഇന്ന് വരെ എടുത്തിട്ടുള്ള ഉടമ്പടിയുടെ മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുനീര് കർത്താവ് പൂർണ്ണമായി ഏറ്റെടുത്ത് സാക്ഷികളാക്കി മാറ്റട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരയല്ലേ ഒരുമിച്ച് എല്ലാവരും.
ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും സ്വകാര്യതയുണ്ടെങ്കിൽ മൗനമായി അമ്മയ്ക്ക് സമർപ്പിക്കുക. കണ്ണടച്ച് കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് മൗനമായി നിങ്ങളുടെ സ്വകാര്യ സങ്കടങ്ങളെ ഇപ്പോഴും ആരാധനയിൽ സമർപ്പിക്കുക. ബ്രസ്റ്റിലെ ക്യാൻസർ രോഗികളെ അവർ ബ്രസ്റ്റ് തൊട്ട് തന്നെ പ്രാർത്ഥിക്കേണ്ടതാണ്. അവർക്ക് സൗഖ്യപ്പെടാൻ സാക്ഷ്യം പറയാൻ കഴിയുമെന്ന് ഈശോ പറയുന്നു. ശരീരത്തിൽ ചുവന്ന് തൊടുത്തൊക്കെ വരുന്ന ആൾക്കാരെ കാണിക്കുന്നുണ്ട് ഈശോ. അവരെല്ലാം കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൊറിച്ചിലും അതുപോലെ തന്നെ കടിച്ചിലൊക്കെ ഉള്ള ആൾക്കാരെ കർത്താവിന് തിരുരത്തം തൊട്ട് കഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കക്ഷം പൊക്കാൻ പറ്റാത്ത കക്ഷത്തിൽ കുരുവുള്ളവർ അവരെ ഇപ്പോഴും തൊട്ട് കർത്താവ് സുഖപ്പെടുത്തുന്ന സമയങ്ങളാണ്. കർത്താവിന് തിരുരത്തം, കർത്താവിന് കുരിശുരൂപം, കർത്താവിൻ്റെ കൈ വിരിച്ചുള്ള പീഡിത രൂപത്തെയാണ് ഈ രോഗങ്ങളെല്ലാം സമർപ്പിക്കേണ്ടത്. കർത്താവിൻ്റെ പീഡാനുഭവത്തോട് നിങ്ങളുടെ രോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന. മുട്ടനിക്കുക, നമുക്ക് ആശീർവാദം മേടിക്കാം. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മളിപ്പോഴേ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ അകുലതകളും കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് പറയാം. ഞങ്ങളെല്ലാവരെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ ജീവിത മേഖലകളെയും നീ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം കിട്ടുക മാത്രമല്ല, അത് അനുഭവിക്കാനുള്ള വലിയ യോഗ്യതയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കൂടെ വന്ന് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് പ്രകടമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ